പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പറഞ്ഞു, കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, വചനം കേൾക്കുമ്പോൾ വലിയ ദൈവിക വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമയം തന്നെ ആമേൻ പറയുവാൻ ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു അഭിഷേകം ഈ ആരാധനാ മണിക്കൂറിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ
കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും Praise the Lord. Wow! Now! Wow! Now! नहीं समझे? Jio Mart Wow and Now sale 21st to 26th Jan. Great savings on groceries delivered quick. Download the app now. ഇപ്പോൾ സമയം 2:27. 3 മിനിറ്റ്. ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിലാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നത്. വിശുദ്ധമായ നിമിഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അന്നത്തെ പോലെ ഇന്നും ആരാധനയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ മൗന പ്രാർത്ഥനയുടെ സമയമാണിത്. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ ഉടമ്പടി ചെയ്തവരാണെങ്കിൽ അതും ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുമ്പോൾ എടുക്കാൻ സാധ്യതയുള്ള നിയോഗങ്ങളും നമുക്ക് മാതാവിന് സമർപ്പിക്കാം. ആര് എന്ത് സമർപ്പിച്ചാലും ഒന്നാമത്തെ സമർപ്പണം സഭ ദൈവത്തിൻ്റെ ഈ പദ്ധതി തിരിച്ചറിയാനുള്ള കൃപ സഭയ്ക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിസ്സാര കാര്യമല്ല. ദൈവം കൃപാസനത്തിൽ സമയ കടികാര നെഞ്ചിൽ ചാർത്തി മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ വലിയ ദൈവികമായ രഹസ്യം അത് സഭ മനസ്സിലാക്കണമെങ്കിൽ സഭയ്ക്ക് കൃപ വേണം. അതനുസരിച്ച് നമ്മൾ ഇന്ന് ആലോചിക്കുന്നതും പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ അന്ത്യാഭിലാഷങ്ങൾ ഇതിൽ വിരിയുന്നത് കൃപാസനം മരിയൻ പ്രത്യക്ഷത്തിലൂടെയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അഗാധമായ ദൈവികമായ പദ്ധതി താങ്ങാനും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഉള്ള കൃപ, എല്ലാ തരത്തിലുള്ള കൃപ സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയും ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാവരും ഇരിക്കണേ. കാര്യം ഇതെല്ലാം ഗ്ലാസ് ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പുറത്തുള്ളവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുള്ളവർക്ക് എതിരെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ മതിൽ കിട്ടിയ പോലെ ഇരിക്കും. ഇത് മനഃപൂർവ്വം ഇത് ഗ്ലാസ് ആക്കിയത്. കാരണം ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിരട്ടി ആൾക്കാർ പുറത്തുണ്ടാകും. അവർക്ക് ഇന്നിപ്പോൾ അവരവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അവർ നല്ല കസേരയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഭംഗിയായിട്ട് ഇരുത്തും. അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ് ആക്കിയിരിക്കുന്നത്. കാര്യം അവർ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയ ഈശോനെ കാണണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആരാധന നമ്മൾ അപ്പ് ചെയ്യുന്നത് അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയിൽ 2 ലക്ഷത്തോളം പേര് ഈ ധ്യാനം ഓൺലൈനിൽ കൂടും. അവർക്ക് കൂടിയുള്ള സന്ദേശമാണ് ഇപ്പോഴ് കൈമാറുന്നത്. ഞാൻ കുറേ ദിവസങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മളിന്ന് പലതരത്തിലുള്ള വിഷമവും ഭാരവും ഒക്കെ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കൃപാസനത്തിൽ വരുന്നവർ മനുഷ്യന്മാർക്കെല്ലാം ഇപ്പോഴ് ഒരു കാര്യം മനസ്സിലായി. മനസ്സിന് ഭാരവും ശരീരത്തിന് ക്ലേശവും കുടുംബത്തിന് സമാധാനമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആദ്യം നമ്മളെ അന്വേഷിച്ചും കാത്തുവരിക്കുന്ന ഒരാളായിട്ടാണ് കൃപാസനം മാതാവിനെ ഇന്ന് കുറഞ്ഞ പക്ഷം എല്ലാ മലയാളികളുമെങ്കിലും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ആൾത്താരെ കാണുന്ന വ്യക്തികളെല്ലാം പുതിയ ആൾക്കാരാണ്. കുറച്ച് പേര് മാത്രമേ പഴയതുള്ളൂ. അപ്പോൾ അവരുടെ അടിയന്തര ഒരു സാഹചര്യത്തിൽ അവർ അമ്മയെടുത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളാണ്. എന്താ കാര്യം, അവരിവിടം വരെ വണ്ടി കയറി വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വന്നു. ചിലപ്പോൾ ഉപവാസമായിട്ട് നിൽക്കും, ചിലപ്പോഴൊത്തിരി ഞെരുക്കത്തിൽ ചീട്ട് കിട്ടാൻ വരെ എന്ത് പാടാണ്. അങ്ങനെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് അടുത്താരെ വരുമ്പോൾ അപ്പോൾ തന്നെ അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. എനിക്ക് നിങ്ങളുടെ തലയിൽ നിന്ന് കൈവെക്കണ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ കാര്യം, നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് എത്രയോ ദിവസം മുമ്പ് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടാണ് ആ ദിവസം ഫ്രീ ആക്കി ഇതിനു വേണ്ടി വരണത്. അല്ലെങ്കിൽ രോഗിനെയും കൊണ്ട് വരുന്നവരാണെങ്കിലും 2 ബൈസ്റ്റാൻഡർ ഉൾപ്പെടെ അതെല്ലാം. പക്ഷേ എൻ്റെ മക്കൾ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറ്റുന്ന ചെറിയൊരു അബദ്ധം എന്ന് പറയണത്, നിങ്ങൾ കൊണ്ടുവന്ന ആളിൻ്റെ
നിങ്ങളോടുള്ള സ്നേഹവും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ചിലരെങ്കിലും കൊണ്ടുവരുന്നത്. അപ്പം സൗഖ്യത്തിന് താമസം വരും. പേടിയാ. നിങ്ങളിപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് വിചാരിച്ചോ, ഇപ്പം അയാൾ ചിലപ്പോൾ നിങ്ങളുടെ അപ്പൻ്റെ അനിയനോ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയോ ആരെങ്കിലും ആയിരിക്കും. അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവരെ വെളുപ്പിന് 3 മണിക്കൊക്കെ നാട്ടിൽ പുറത്ത് വണ്ടിയെടുത്ത് അവരെ പിടിച്ചു കയറ്റി കഷ്ടപ്പെട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മറുപുറമുണ്ട്. എന്താണ്? എൻ്റെ ലൈഫ്, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണ് എങ്കിലും ഞാനിതൊക്കെ ചെയ്യണത് എൻ്റെ ഈ സങ്കടത്തിൻ്റെ കാലത്ത്, എൻ്റെ ഈ കണ്ണീരിൻ്റെ കാലത്ത് ഞാൻ നിൻ്റെ അടുത്താണ് വരണത്. ആരുടെ അടുത്ത്? ഈശോൻ്റെ അടുത്ത്. അതിന് പ്രാധാന്യം കൊടുക്കണം. പേടിയോ? നിങ്ങൾ അതായത് ലൈന് ഉള്ള സ്ഥലത്തേക്കല്ല നിങ്ങൾ പ്ലഗ് ചെയ്യണത്. ലൈന് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചില പ്ലഗിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കയറത്തില്ല. തേക്കാൻ നേരത്ത് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ കറണ്ട് കയറത്തില്ല. അപ്പം നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾക്ക് പുതിയ ആളാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളവിടെ ഗസ്റ്റാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അവർ പറയും, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് കറണ്ട് തേപ്പോട്ട് ചൂട് പിടിക്കണില്ല എന്ന് പറയും അത് ആ പ്ലഗിൻ്റെ അകത്ത് ചാർജില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചാർജുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കുത്താൻ പറയും. അതുപോലെ തന്നെയാണ് ഒരു ജീവിത പ്രശ്നങ്ങൾ. ഇപ്പോൾ ജപ്തി നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ് അല്ലെങ്കിൽ പുതുക്കണില്ല, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിൽക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ കയറിയിരിക്കുന്നു. അപ്പോൾ ആ വിഷയത്തിനാണ് പ്രാധാന്യമെങ്കിൽ അവിടെ ചാർജില്ല. മനസ്സിലായ? ആ വിഷയത്തിന് വേണ്ടി ചാർജില്ല. ചാർജുള്ളത് എന്തിനാണ്? വിശ്വാസ പ്രഖ്യാപനത്തിനാണ് ചാർജുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? എനിക്ക് ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ഒക്കണില്ല, എൻ്റെ ജോലി വരുന്നില്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷേ എങ്കിൽ ഞാനതിന് വേണ്ടി നിന്നിലാണ് ആശ്രയിക്കണത്. പ്രത്യേകിച്ച് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ചാർജുള്ളത്. ചില ആൾക്കാർക്ക് ചാർജുള്ള പ്ലഗ് അറിയാൻ പാടില്ലാതെ അവർ കടക്കണമാര് സമാധാനം കിട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? അവിടെ ചാർജില്ല. അത് പ്രശ്നം നിങ്ങളുടേതാണെങ്കിലും ഞാൻ ഈ പ്രശ്ന സമയത്ത് ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ നമുക്കുള്ളൊരു മെച്ചമെന്ന് പറയണത്, നമ്മൾക്കുള്ള മെച്ചമെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എൻ്റെ മക്കളെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയ പദ്ധതി അതെല്ലാം എൻ്റെ സഹോദരൻ ചെയ്യുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ബുദ്ധിപരം. ഇപ്പം ഈ വിശ്വാസ ജീവിതം എന്ന് പറയണത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ്, വൈകാരികമായിട്ടുള്ള വിഷയമല്ല, ഒരു ബുദ്ധിപരമായിട്ട് ഇടപെടലാണ്. ഇപ്പോൾ ചില പ്രാർത്ഥനാ രൂപങ്ങൾ ഇപ്പോൾ സ്തുതിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് തലയടിച്ചൊക്കെ വീഴത്തില്ലേ? അതുപോലെ അഭ്യാസങ്ങളെ കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ആ വീണ ആൾക്കാർ തന്നെ പിന്നെയും വീണ കാണാം. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ പ്രാർത്ഥന എന്താ പ്രയോജനം? വീണ ആൾക്കാർ തന്നെ പിന്നെയും വീഴുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഒരു തരികിട ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണണം. സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താണ് നമ്മളൊരു പ്രത്യേക ജീവിത സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ നമ്മളൊക്കെ പ്ലഗ് ചെയ്യണം എവിടെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പിന്ന് കുത്തിവെക്കണത് എൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ എന്നെ രക്ഷപ്പെടുത്തണമെന്നുള്ളപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആ സങ്കടത്തിൽ നിന്ന് ജോലി ലഭിച്ച് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു വിഷയത്തിലാണെങ്കിൽ അതിന് ചാർജില്ല. നിങ്ങളെവിടെ കുത്തിവെക്കേണ്ട എവിടെയാണ്? കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നീ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വചനത്തിൽ, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. അത് നിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിൻ്റെ വാഗ്ദാന പ്രകാരം ഞാൻ എൻ്റെ സങ്കടത്തിൻ്റെ കാലത്ത് നിന്നിൽ ആശ്രയിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്. എൻ്റെ ദൈവവേദനയിലെ ഓരോ ക്ലേശാരിഷ്ടതകളെല്ലാം ആ ക്ലേശാരിഷ്ടതകളുടെ മാനുഷികമായ വശങ്ങളെ മറന്നിട്ട് അതിൻ്റെ ദൈവികമായ വശങ്ങളെ ബൂസ്റ്റ് ചെയ്യണം. അതെന്താണ്? അതിൻ്റെ വിശ്വാസവശമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ഓരോ പീഡാനുഭവങ്ങളെയും
സമയങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരവസരമായി കരുതിക്കൊണ്ട് യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയാൻ വേഷങ്ങളിലൂടെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവവിളിയായി കരുതിക്കൊണ്ട് ഞാൻ എന്റെ ക്ലേശങ്ങളെ പ്രതി, രോഗങ്ങളെ പ്രതി, ഭാരങ്ങളെ പ്രതി മുഴക്കം പോലെ അങ്ങനെ ശ്രദ്ധിക്കുന്നു. Have you ever felt lost or confused getting around new places while on a trip? Let me show you my hack for making it easier. Requesting a ride with Uber is so easy. No matter where I am, whether it's at home or in a new city, it's always a trustworthy experience. I can always count on Uber to be there for me. Once your driver arrives, confirm that it's the correct vehicle and hop in. The process is both seamless and user-friendly. And my favorite part, I can pay with cash. Whenever I'm planning ahead, I like to use Uber Reserve, which lets me schedule rides in the app up to 90 days in advance. Riding with Uber made my life much easier, so next time you get from A to B, ride with Uber. കൈകളടിച്ചുകൊണ്ട് ഒരു സന്തോഷത്തോടെ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ചാർജ് ഉള്ള പ്ലഗിലാണ് പിന്നെ കുത്തേണ്ടത്. ചാർജ് ഉള്ളത് എവിടെയാണ്? വിശ്വാസ പ്രഖ്യാപനത്തിനാണ് ചാർജ് ഉള്ളത്. നിങ്ങളുടെ ക്ലേശങ്ങളെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള ഒരവസരമായി നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിൻ്റ്, കൃപാസനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണെന്നറിയാമോ? അഡീഷണൽ ബെനിഫിറ്റ്സ് ഇപ്പോൾ എല്ലാ കമ്പനികളും ഓരോ പ്രോഡക്റ്റ് വെക്കുമ്പോഴൊക്കെ അവർ പറയത്തില്ല അഡീഷണൽ ബെനിഫിറ്റ്സ്. കൃപാസനത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണ്? ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആധ്യാത്മിക ജീവിതം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യമല്ല. നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അല്ല. നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചിട്ടും അല്ല. നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്തപ്പോൾ, അത് വൃത്തിയും മേനയുമായിട്ട് ഭംഗിയായിട്ട് ചെയ്തപ്പോൾ, അതിൻ്റെ അത് വ്യക്തിപരമായ വലിയ കഴമ്പൊന്നുമില്ല ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിനെ പറ്റിയ ആളാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണത്. എന്തിനാണ്? ലോകത്തിലെ വലിയ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ദൈവം ഒരു കുഞ്ഞു ധ്യാനകേന്ദ്രത്തെ തിരഞ്ഞെടുത്തതാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അന്ത്യകാലത്തിൻ്റെ വർണ്ണാഫയിൽ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അതേ ഉള്ളൂ. ഒരു 10-30 സെക്കൻഡ് ആണ് ആ പ്രത്യക്ഷീകരണം ഉള്ളത്. 10-30 സെക്കൻഡ്. ഈ 10-30 സെക്കൻഡ് ഈ പ്രത്യക്ഷീകരണം വരുമ്പോൾ മാതാവിൻ്റെ ഈ സിൽവർ ഗ്രേയിലുള്ള കളർ മാത്രം മതി നമുക്ക് ഒരു ജന്മം ധ്യാനിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഇത് യുദ്ധത്തിൻ്റെ കളറാണ് അല്ലേ? ഇത് അതായത് ഇത് ഭൗമതാപത്തിൻ്റെ കളറാണ്.
ഇത് മഞ്ഞുരുക്കത്തിൻ്റെ കളറാണ്, ഇത് പ്രളയത്തിൻ്റെ കളറാണ്, ഇത് അന്ത്യകാലത്തിൻ്റെ കളറാണ്. സമയമെന്നാണ് അമ്മ പറയണത്. പിന്നീട് സമയം. ഇതാരാ പഠിക്കേണ്ടത്? ഞാനിങ്ങനെ കലവരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടോ? ഇത് സാർവത്രിക സഭ ഈ വിഷയം പഠിക്കണം. പഠിച്ചതിന് ശേഷം എന്താണ് ലോകത്തോട് ഇങ്ങനെ ദൈവം ഒരു വെളിപാട് നൽകിയിട്ടുണ്ട്. ആ സന്ദേശം അനുസരിച്ചുകൊണ്ട് ജനത്തെ ഒരുക്കാനുള്ള ബാധ്യത ഭൂമിയിൽ ആർക്കാണ്? തിരുസഭയ്ക്കാണ് എൻ്റെ ബാധ്യത. കാര്യം ഇന്ന് വരെയുള്ള എല്ലാ സന്ദേശങ്ങളും ദൂതുകളും ലോകത്തിന് കൈമാറിയിരിക്കുന്ന തിരുസഭയാണ്. കാര്യം ദൈവം അന്ന് സ്ഥാപനകാലം മുതൽ ദൈവം അതിനുവേണ്ടി സ്ഥാപിച്ച ലക്ഷ്യം അത് തന്നെയാണ്. തിരുസഭയുടെ 2 ലക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ദൈവരഹസ്യങ്ങളുടെ സൂക്ഷിപ്പാണ്. കളങ്കമില്ലാതെ കറയില്ലാതെ ദൈവരഹസ്യങ്ങളെ സൂക്ഷിക്കുക, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള രഹസ്യങ്ങളെ. രണ്ടാമത്, അതാത് കാലത്ത് ദൈവം വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളെ കാലത്തിൻ്റെ ചുവരെഴുത്ത് പോലെ വായിച്ച് വ്യാഖ്യാനിച്ച് ജനതയെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുക. അതിനുള്ള കഴിവ് സഭയ്ക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ് അച്ഛൻ പറഞ്ഞത് എന്താണ്? മരിയൻ അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം നമ്മുടെ വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ വിഷയമാണ്. ഈ സന്ദേശം കൈമാറേണ്ടതും സന്ദേശം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച സന്ദേശത്തിൻ്റെ യോഗ്യമായ ഒരു സന്ദേശ പങ്കാളിയായി ഉടമ്പടി ജീവിതം നമ്മളെ ശരിക്കും പരുവപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ എൻ്റെ പ്രാർത്ഥനകളുടെ ഇപ്പം നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തലയിലൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ഞാൻ 10 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 5 സെക്കൻഡേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താ വ്യത്യാസം? ആ ഒരു വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ഇപ്പോൾ അച്ഛനായിട്ട് 30-40 കൊല്ലമായി. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ഞാൻ 87 മുതൽ ജനങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അന്നൊക്കെ ജനങ്ങളുടെ തലയൊക്കെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ കാര്യങ്ങൾ പറയും. കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം പറയും. അതിൻ്റെ അടിസ്ഥാനം പറയും, എല്ലാം പറയും. പ്രാർത്ഥനയുടെ അടിസ്ഥാനങ്ങളെല്ലാം വെളിവാക്കിയിട്ടാണ് പിന്നീട് ആ ജനങ്ങളുടെ രോഗങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ പറയും. ജനങ്ങളുടെ രോഗങ്ങളുടെ ഇപ്പോൾ രോഗങ്ങളുടെ വിശദാംശങ്ങളൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഒരു കാര്യവും പറയും. എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ, ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. ആ വ്യത്യാസം വരുന്നുണ്ട്. അത് നിസ്സാര വ്യത്യാസമല്ല. എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയൊരു പദ്ധതിയുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ നിങ്ങളെ കൃപാസനത്തിൽ കൊണ്ടുവരാൻ കാര്യം എന്താ? 109 ധ്യാനകേന്ദ്രം കേരളത്തിലുണ്ട്. വൈ യു ഷുഡ് യു ആർ ചോസൺ ഫോർ കൃപാസനം. അപ്പോൾ ഉറപ്പല്ലേ? നിങ്ങൾ ഈ 109 ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നിങ്ങളെ ഈ കൃപാസനത്തിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടല്ലേ?
എല്ലാ ധ്യാനകേന്ദ്രങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയില്ലേ? അവിടെയുള്ള ധ്യാനഗുരുക്കന്മാർക്ക് കർത്താവിൻ്റെ കൃപയില്ലേ? പക്ഷേ കൃപാസക്തി വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അമ്മേ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം. അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഉടമ്പടിയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണ്ടേ? ക്യാൻസർ മാറണ്ടേ? തൈറോയിഡ് മാറണ്ടേ? കടങ്ങൾ പരിഹരിക്കണ്ടേ? നിങ്ങളുടെ ആത്മീയ ജീവിതം വലുതാകണ്ടേ? നിങ്ങൾക്ക് സുവിശേഷം പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾക്ക് സുവിശേഷമാകണ്ടേ? സുവിശേഷം ഏകണ്ടേ? ദൈവത്തിൻ്റെ സ്വന്തം പൈതലാകണ്ടേ? അപ്പം അങ്ങനെ വരുമ്പോൾ അതിനാണ് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണ പോലെ ചെയ്യാൻ നമുക്ക് നോട്ട് തന്നിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അമ്മ ആദ്യം എന്താണ് ചെയ്തത്? ഒരു കുടുംബത്തിന് പ്രയാസങ്ങൾ വന്ന സമയത്ത്, ഒരു കുടുംബത്തിന് അപമാനം വന്ന സമയത്ത്, ഒരു കുടുംബത്തിന് നിക്കക്കളിയില്ലാത്ത സമയത്ത്, ഒരു കുടുംബത്തിന് അപമാനം വന്നപ്പോൾ അമ്മ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്? അമ്മ ആ വിഷയം മുഴുവനും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഈശോനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് പാപത്തിന് പരിഹാരം ചെയ്യുക, മനുഷ്യരാശിയുടെ രക്ഷയും വീണ്ടെടുപ്പ് സാധിക്കുക എന്നുള്ളതാണ് ഈശോനെ കൊണ്ട് പരമപിതാവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം അട്ടിമറിക്കപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നിനക്കും എന്താണ്? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട്, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാണ്? ഈശോനോട് ഉണ്ടായേക്കാളും നേരത്തെ ബന്ധം അപ്പയ്ക്ക് അപ്പായോടാണ് ബന്ധം ഉണ്ടായത്. അപ്പായോട് ബന്ധം ഉണ്ടായതിൻ്റെ പേരിലാണ് അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയത്. അപ്പോൾ അമ്മ അപ്പായോട് പറഞ്ഞു, വാട്ട് ഐ ഷുഡ് ഡു, ഇതാണ് ഈശോ പറയണമെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ജ്ഞാനവരം കൊടുക്കുന്നതാണ്. എന്താണ്? ഇങ്ങനെ ഈ വിഷയത്തിൽ ഈശോ നമുക്ക് ഇടപെടുത്താൻ എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്താൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാണെങ്കിലും അതിൻ്റെ ഒരു പ്രായോഗിക വ്യാഖ്യാനം വരണത് അമ്മ പഠിച്ച ആത്മീയതയിൽ നിന്നാണ്. അമ്മയും ഈശോനെ ഉദരത്തിൽ ഉരുവാക്കിയത് അങ്ങനെയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് പറയണില്ലേ? അമ്മ മനസ്സിലാക്കിയ ദൈവത്തെ, അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെക്കുറിച്ച് മാലാഖ അമ്മയോട് പറഞ്ഞത് എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അപ്പോൾ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അമ്മ പറയും, രണ്ട് കാര്യം പറയും. അവൻ വലിയവനാണ്. രണ്ടാമത്തെ, കർത്താവിനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ വലിയവനാണ്. രണ്ടാമത്തത് എന്താണ്? അവന് ഒന്നും അസാധ്യമല്ലാത്തവനാണ്. അപ്പോൾ ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ജ്ഞാനവരം വേണം. ആ ജ്ഞാനവരം പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നേരത്തെ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ സംഭവങ്ങൾ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് തന്നെ അമ്മയും പണ്ട് ദൈവത്തോട് സംസാരിച്ചതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത് തന്നെയാണ് അതിൻ്റെ തന്നെ വേറെ ഒരു ഭാഷയാണ് എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അതാണ് സംഭവം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം പണ്ട് ഈശോയ്ക്ക് പകരം അമ്മയാണ് ഈ ചോദ്യം ചോദിച്ചത്. അമ്മ എന്താണ് ഈ അപ്പയോട് ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ഒരു ആൻസർ കൊടുത്തു. എന്താ പറഞ്ഞത്? ഞാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത് മാലാഖ വഴി പറഞ്ഞതാണ്. എന്നിട്ട് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവത്തൊന്ന് വിളിക്കപ്പെടും. ആ വെളിപാട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഒരു ഉത്തരം പറയുന്നുണ്ട്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേട്ടെ. അപ്പോൾ വചനം എന്ന് പറയുന്നത് എന്താണ്? ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്നതിൻ്റെ ഒരു പോംവഴി എന്താണ്? വചനത്തെ, നിൻ്റെ വചനം പോലെ എന്നിൽ, ആ വചനത്തെ നിറവേറ്റുകയാണ്. ഇതമ്മ പഠിച്ചതാണ് നേരത്തെ. ഈ നേരത്തെ പഠിച്ച പാഠത്തിൻ്റെ റിവിഷൻ മാത്രമാണ് കാനായിൽ എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടല്ലോ എന്ന് പറയുമ്പോഴേ അമ്മ താൻ അനുവർത്തിച്ച് എങ്ങനെയാണോ അസാധ്യമായ ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ വചനത്തെ
തൻ്റെ ഉദരത്തിൽ മാംസമാക്കിയത്, അതേ ഇക്വേഷൻ, അതേ ഫോർമുല അമ്മ ജനങ്ങളോട് പറയും. എന്താണ്? ഞാൻ ഇങ്ങനെയാണ് ഈശോൻ്റെ ഉദരത്തിൽ വചനത്തെ ഗർഭം ധരിച്ച് മാംസമാക്കിയതെങ്കിലേ സന്നിഗ്ധമായ അവസ്ഥയിൽ